ഹേ എവരിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് HTTP യിൽ നിന്ന് നമുക്ക് HTTPS നമ്മുടെ സെർവറിനെ എങ്ങനെ കൊണ്ടുപോകാനാണ്. വിച്ച് ഈസ് എ വെരി സിമ്പിൾ വീഡിയോ. മേ ബി ഒരു 5 മിനിറ്റ് ആണോ എത്തിയാലായി. അത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം അനലൈസ് ചെയ്ത് നമ്മൾ HTTP ആണ് അനലൈസ് ചെയ്തത്. സോ ഇന്ന് നമുക്ക് എങ്ങനെയാണ് HTTPS ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. pip install PyOpenSSL എന്ന് പറയും. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാളേഷൻ പ്രോസസ് നടക്കും ഈവൻ ദോ. സോ ഇപ്പൊ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. സോ ഇനി നമ്മൾ യൂസ് ചെയ്യേണ്ട പോകുന്ന കമാൻഡ് ഇതാണ്. ഈ കമാൻഡ് നിങ്ങൾക്ക് ഞാനിപ്പോൾ മീഡിയം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ കമാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പോൾ നിങ്ങളിത് ചോദിക്കും എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരേണ്ടി വരും. സോ നമ്മളിപ്പോൾ ഇൻഫർമേഷൻസ് ഞാനിപ്പോൾ കൺട്രി കോഡ് ഇന്ത്യ ആയതുകൊണ്ട് IN എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ പ്രോക്സി ആയിട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ വേറെ കൊടുക്കും കേട്ടോ. ഇപ്പം വേറെ ഏതെങ്കിലും US കൊടുത്തിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യാം. സോ സ്റ്റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കേരള കൊടുക്കാം. ലൊക്കാലിറ്റി ചോദിച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ തിരുവനന്തപുരം. ഓർഗനൈസേഷൻ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. ലെറ്റ്സ് സേ HFC എന്ന് കൊടുക്കാം. ഓർഗനൈസേഷൻ യൂണിറ്റ് നെയിം സംതിങ് ലൈക്ക് SHD എന്ന് കൊടുക്കുക. കോമൺ നെയിം, അതായത് ഈ പറയുന്ന സെർവറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ നെയിമാണ് ചോദിച്ചേക്കുന്നത്. ഞാനിവിടെ യൂട്യൂബ് സെർവർ എന്ന് കൊടുക്കാം. ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒരു റാൻഡം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. കണക്ട് മീ കഴിഞ്ഞു. LS അടിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു sert.pem കാണാനായിട്ട് വരും, key.pem കാണാനായിട്ട് വരും. ഇതിനെ രണ്ടിനെ നമ്മൾ agent.py യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HTTPS ലെവലിലോട്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനോ agent.py നേരെ ഇതിന്റെ എൻഡിങ്ങിലേക്ക് വരിക, ഒരു ടാബ് സ്പേസ് കൊടുക്കുക. SSL context equal sert.pem, key.pem ഇത്രയും കൊടുത്താൽ മതി. ദെൻ Ctrl+X+Y എൻ്റർ. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഏജന്റ് റൺ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം HTTPS-ൻ്റെ അകത്താണ് റൺ ആവുന്നത്. ഇനി നമുക്ക് നേരെ ക്ലയന്റിലേക്ക് വരാം. ക്ലയന്റിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ വീണ്ടും എഡിറ്റ് ചെയ്യണം. നാനോ client.py വന്നിട്ട് ഇവിടെ HTTP ആണ്. ഇത് നമ്മൾ എന്താക്കണം, HTTPS ആക്കണം. Ctrl+X+Y അത് കഴിഞ്ഞു. സോ ഇനി നമുക്ക് ഈ ക്ലയന്റിനെ റൺ ചെയ്യാം. റൺ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ടാസ്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. സോ ഇവിടെ നമ്മുടെ ടാസ്ക് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലയന്റ് സൈഡിൽ പോയി ഇത് വർക്ക് ആവുന്നത് നോക്കാം. സോ ഇവിടെ UAMI എക്സിക്യൂട്ട് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. റിസൾട്ട് 200 വന്നിട്ടുണ്ട്. നമുക്ക് സെർവറിൻ്റെ അത് നോക്കാം. സോ ഇവിടെ ടാസ്ക് ക്യൂ ആയിട്ടുണ്ടായിരുന്നു UAMI. ദെൻ ഇവിടെ റിസൾട്ട് റിസീവ് ചെയ്തു, ഔട്ട്പുട്ട് ക്ലയന്റ് എന്ന് കിട്ടി. ഇനി നമുക്ക് നേരെ അനലിസ്റ്റിന്റെ പാനലിലേക്ക് വന്നിട്ട് ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. സോ ഞാനിവിടെ അനലിസ്റ്റിന്റെ പാനലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ജസ്റ്റ് ഇവിടെ ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. UAMI തന്നെ എക്സിക്യൂട്ട് ആവട്ടെ. സെർവറിൽ നിന്ന് പോയിട്ടുണ്ടാവും. സോ നമുക്ക് ഇവിടെ IP അഡ്രസ് വെച്ചൊന്ന് ഫിൽട്ടർ ചെയ്ത് നോക്കാം. ഇവിടെ ഒരുപാട് പ്രോട്ടോകോൾസ് പുറത്തേക്ക് പോകുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും HTTP കാണത്തില്ല, ഒരു സാധനവും പ്ലെയിൻ ടെക്സ്റ്റും കാണത്തില്ല. ബിക്കോസ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, HTTPS ആണ്. ഇത് ഫുള്ള് സ്ക്രാമ്പിൾഡ് ആയിരിക്കും, അൺറീഡബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവേഷൻ ടാക്ടിക്സ് എന്ത് ചെയ്തു, വിജയിച്ചു എന്ന് പറയാനായിട്ട് പറ്റും. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അതിനുമ്പോൾ നമ്മൾ റിസൾട്ട് നോക്കിയല്ലോ, നമുക്ക് റിസൾട്ട് കിട്ടിയോ നോക്കാം. സോ റിസൾട്ട് റിസീവ് ആയിട്ടുണ്ട്. ഇറ്റ്സ് എവരിത്തിങ് വർക്കിംഗ്, എവരിത്തിങ് ഗുഡ്. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. എനിവേ ഞാൻ ഈ കോഡ്സ് എല്ലാം തന്നെ ഗിറ്റിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിടുന്നുണ്ടാവും. നിങ്ങൾക്ക് അവിടെ ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇത് യൂസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫോർ ലേണിംഗ് പർപ്പസിന് വേണ്ടിയാണ് ഇതെല്ലാം പറഞ്ഞത്. നിങ്ങൾ ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. ദെൻ ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് ആൻഡ് ഫുൾ വർക്കിംഗ് വരുന്നത്. ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം. ദെൻ കണ്ടന്റ് ക്വാളിറ്റി ഐ നോ ദർ ആർ സം മിസ്റ്റേക്സ് ഫ്രം മീ. സോ ഞാനിപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു സാഹചര്യത്തിലല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പോകുന്നത്. എനിവേ കുറച്ചുകൂടെ വീഡിയോസ് കഴിഞ്ഞ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. സോ ഇനി നമ്മൾ അഡ്വാൻസ് ആയിട്ട് ടോപ്പിക്സിലേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി APIs എന്താണ്, ദെൻ പ്രോട്ടോകോൾസ്, അതിന്റെ വർക്കിങ്സ്, ദെൻ എങ്ങനെയാണ് SSHന്റെ വർക്കിംഗ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കണ്ടന്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പ്രോഗ്രാമിംഗ് സൈഡ് നോക്കണം. ദെൻ അതിനുശേഷമായിരിക്കും നമ്മൾ CTF സൈഡ് നോക്കുക. സോ ഒരുപാട് കണ്ടന്റ്സ് വരുന്നുണ്ട്. സോ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സൈബർ സെക്യൂരിറ്റി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.